നാളെ തിങ്കളാഴ്ച ശിവന്റെ മുന്നിൽ ഇത് വെച്ച് വിളക്ക് കൊളുത്തിയാൽ മതി. വേണ്ടെന്ന് പറഞ്ഞാലും പണം വന്നുകൊണ്ടേയിരിക്കും. കഷ്ടപ്പാടുകൾ മാറും. അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. കാരണം ഹൈന്ദവ പാരമ്പര്യത്തിൽ ആഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഓരോ ദിവസവും ഓരോ ദൈവത്തിന് പ്രിയപ്പെട്ട ദിവസമായി നമ്മൾ കണക്കാക്കുന്നു. അതിൽ തിങ്കളാഴ്ച എന്നാൽ സാക്ഷാൽ ആ പരമേശ്വരൻ ഭോലാശങ്കരൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. ശിവൻ അഭിഷേകപ്രിയൻ മാത്രമല്ല ഭക്തസുലഭൻ കൂടിയാണ്. വിളിക്കേൽക്കുന്ന ദൈവമായ അത്രയും മഹിമയുള്ള തിങ്കളാഴ്ച നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മുടെ തലവര മാറ്റും. യഥാർത്ഥത്തിൽ തിങ്കളാഴ്ച ശിവനെ പൂജിക്കുന്നത് വഴി ലഭിക്കുന്ന ഫലങ്ങൾ ചെറുതല്ല. ആരെല്ലാം തിങ്കളാഴ്ച രാവിലെ ഉറക്കമുണർന്ന് കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി ആ സ്വാമിയെ ദർശിക്കുന്നുവോ അവർക്ക് പിന്നെ ജീവിതത്തിൽ തിരിച്ചടി എന്നൊന്നുണ്ടാവില്ല. അമ്പലത്തിൽ പോയി ഒരു ചെറിയ കൂവളത്തിലെ സ്വാമിയുടെ പാദങ്ങളിൽ വെച്ചാൽ മതി. അദ്ദേഹം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരും. അത്രയും കരുണാമയനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് മുതിർന്നവർ പറയുന്നത് തിങ്കളാഴ്ച ശിവദർശനം സർവ്വപാപ ഹരണമാണെന്ന്. തിങ്കളാഴ്ച ഉപവാസമനുഷ്ഠിച്ച് ശിവനെ ആരാധിച്ചാൽ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ നശിച്ചുപോകും. എന്നാൽ ഈ തിരക്കേറിയ ജീവിതത്തിൽ, അതായത് ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ എല്ലാവർക്കും എല്ലാ തിങ്കളാഴ്ചയും അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അല്ലെങ്കിൽ വീട്ടിൽ മടികെട്ടി മണിക്കൂറുകളോളം പൂജകളും അഭിഷേകങ്ങളും ചെയ്യാൻ കഴിഞ്ഞെന്നും വരില്ല. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ആഡംബരപൂർണമായ പൂജകളല്ല, ശുദ്ധമായ മനസ്സോടെ ചെയ്യുന്ന ഒരു ചെറിയ നമസ്കാരമാണ്. അതുകൊണ്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് തിങ്കളാഴ്ച അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ വലിയ പൂജകൾ ചെയ്യാൻ സമയമില്ലെങ്കിൽ സാരമില്ല. കുറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിൽ 2 നേരം ദീപം തെളിയിച്ചാൽ മതി. രാവിലെ ഉറക്കമുണർന്നയുടൻ കുളിച്ച് ദൈവത്തിനു മുന്നിൽ ദീപം തെളിയിക്കുക. അതുപോലെ വൈകുന്നേരവും ദീപം തെളിയിച്ചാൽ സാക്ഷാൽ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ കാലെടുത്ത് വയ്ക്കും. ദീപം പരബ്രഹ്മ സ്വരൂപമാണ്. ദീപം പ്രകാശിക്കുന്ന വീട് ഒരു ക്ഷേത്രത്തിന് തുല്യമാണ്. അതുകൊണ്ട് എത്ര കഷ്ടത്തിലാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും 2 നേരം വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക. ഒരുപക്ഷേ രാവിലെ ഓഫീസുകളിലേക്ക് പോകുന്ന തിരക്കിലോ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന തിരക്കിലോ രാവിലെ വിളക്ക് കൊളുത്താൻ കഴിഞ്ഞില്ല എന്ന് കരുതുക. കുറഞ്ഞത് വൈകുന്നേരം പ്രദോഷകാലത്തെങ്കിലും തീർച്ചയായും വിളക്ക് കൊളുത്തണം. വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ ശിവനെ ധ്യാനിച്ച് വിളക്ക് കൊളുത്തിയാൽ ആ ദിവസം മുഴുവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഇല്ലാതാകും. വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി വരാതെയിരിക്കും. എന്നാൽ ഈ തിങ്കളാഴ്ച നിങ്ങൾ കൊളുത്തുന്ന വിളക്കിൽ പ്രത്യേകമായി ഈ പദാർത്ഥം ചേർത്ത് കൊളുത്തിയാൽ മതി. ധനപരമായ പ്രശ്നങ്ങളെല്ലാം മാറി ആവശ്യമുള്ളത്ര ഐശ്വര്യം വരും. കഷ്ടപ്പാടുകൾ മാറി വേണ്ടെന്ന് പറഞ്ഞാലും പണം വന്നുകൊണ്ടേയിരിക്കും എന്ന് മുതിർന്നവർ പറയുന്നു. അപ്പോൾ ഈ തിങ്കളാഴ്ച എന്ത് ചേർത്ത് വിളക്ക് കൊളുത്തണം എന്ന വിഷയം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. അതുപോലെ തിങ്കളാഴ്ച എന്ത് ജോലികൾ ചെയ്യരുത് എന്ന വിഷയവും മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ആദ്യം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഒരു ലൈക്ക് കാരണം ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. നല്ലൊരു കാര്യം 10 പേർക്ക് പങ്കുവെക്കുന്നതും ഒരു ദൈവികമായ കാര്യമാണല്ലോ. അതുപോലെ പൂർണ്ണ മനസ്സോടെ ഭക്തിയോടെ കമന്റ് ബോക്സിൽ ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. ഈ തിങ്കളാഴ്ച ഒരു പ്രത്യേക രീതിയിൽ ദീപം തെളിയിക്കുന്നതിലൂടെ നമ്മൾ തൊടുന്നതെല്ലാം പൊന്നാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ഇല്ലാതാകും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായി ദീപത്തിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കാറുണ്ടല്ലോ. എന്നാൽ നാളെ തിങ്കളാഴ്ചയായതുകൊണ്ട് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ കത്തിക്കുന്ന ദീപത്തിൽ 3 വസ്തുക്കൾ ചേർക്കണം. അവ വളരെ ശക്തിയുള്ളവയും ആ പരമേശ്വരന്റെ
അനുഗ്രഹം നമുക്ക് വേഗത്തിൽ നൽകുന്നവയുമാണ്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അല്പം ശർക്കരപ്പൊടി, കുറച്ച് ജീരകം, ഒരു നുള്ളു മഞ്ഞൾ. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. നിങ്ങൾ ദീപം തെളിയിക്കുന്ന പ്രമിദയിൽ എണ്ണയൊഴിച്ച ശേഷം അതിൽ കുറച്ച് ശർക്കരപ്പൊടി ചേർക്കുക. ശർക്കര മധുരത്തിന്റെ പ്രതീകം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ മധുരാനുഭവങ്ങൾ നൽകുന്നു. നിവേദ്യമായി മാത്രമല്ല, ദീപ ആരാധനയിൽ ശർക്കര ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും. ശർക്കര ചേർത്ത ശേഷം കുറച്ച് ജീരകം ചേർക്കുക. ജീരകത്തിനുള്ള ശക്തി അത്ര ചെറുതല്ല. ഇത് നമ്മളിലെ ദുഷിച്ച ചിന്തകളെ, കുറച്ച് നല്ല പോസിറ്റീവ് വൈബ്രേഷനെ ആകർഷിക്കുന്നു. ഇനി മൂന്നാമത്തേത് മഞ്ഞൾ. മഞ്ഞൾ മംഗളകരമാണ്, ഗുരുവിനും ലക്ഷ്മി ദേവിക്കും ഇഷ്ടപ്പെട്ടതാണ്. ഈ മൂന്നെണ്ണവും, അതായത് ശർക്കര, ജീരകം, മഞ്ഞൾ എന്നിവ ആ എണ്ണയിൽ ചേർത്ത് അതിനുശേഷം തിരിയിട്ട ദീപം തെളിയിക്കുക. ഇങ്ങനെ തെളിയിച്ച ദീപം ശിവന്റെ ചിത്രത്തിനു മുന്നിലോ അല്ലെങ്കിൽ ശിവലിംഗത്തിന് മുന്നിലോ വെച്ച് പൂർണ്ണ മനസ്സോടെ നമസ്കരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നൽകുന്ന ഫലം അത്ഭുതകരമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജ്യോതിശാസ്ത്രമനുസരിച്ച് ജീരകവും ശർക്കരയും രാഹുകേതു ദോഷങ്ങളെയും സാമ്പത്തികപരമായ തടസ്സങ്ങളെയും നീക്കം ചെയ്യുന്നതിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. ഈ വസ്തുക്കൾ അടങ്ങിയ വിളക്ക് നമ്മൾ ശിവന്റെ മുന്നിൽ കത്തിക്കുമ്പോൾ ശിവൻ നമ്മുടെ ഭക്തിയിൽ സന്തോഷിച്ച് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീർത്തുതരും. പ്രത്യേകിച്ച് കടബാധ്യതകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു വലിയ പരിഹാരമാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരികയാണെങ്കിൽ, ബിസിനസ്സിൽ ലാഭം ലഭിക്കുന്നില്ലെങ്കിൽ, വീട്ടിൽ എപ്പോഴും വഴക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ ചെറിയ കാര്യം ചെയ്തു നോക്കൂ. ആ വിളക്ക് കത്തുന്നിടത്തോളം കാലം നിങ്ങളുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് ഊർജം പ്രവഹിക്കും. സാക്ഷാൽ ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും. ഇതുമൂലം ധനപ്രവാഹം വർദ്ധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം കയ്യിലെത്തും. അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. വീട്ടിൽ സുഖസന്തോഷങ്ങൾ നിറയും. ഒരു തിങ്കളാഴ്ച മാത്രം ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് മാറ്റം മനസ്സിലാകും. സാധിക്കുമെങ്കിൽ തുടർച്ചയായി 5 തിങ്കളാഴ്ചകൾ ഇങ്ങനെ ചെയ്താൽ കൂടുതൽ നല്ലതാണ്. തിങ്കളാഴ്ച ശിവൻ വളരെ ഇഷ്ടപ്പെട്ട ദിവസമായതുകൊണ്ട് തിങ്കളാഴ്ച ചില തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം പുണ്യം ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ കാരണം പാപം കൂട്ടിവെക്കരുത്. തിങ്കളാഴ്ച തെറ്റായി പോലും മുടി വെട്ടരുത്. അതുപോലെ നഖം വെട്ടുന്നതും നല്ലതല്ല. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ജാതകത്തിലെ ചന്ദ്രബലം കുറയ്ക്കും. ചന്ദ്രൻ മനസ്സിന്റെ കാരണക്കാരനാണ്. ചന്ദ്രബലം കുറഞ്ഞാൽ മാനസിക സമാധാനം നഷ്ടപ്പെടും. അനാവശ്യമായ ടെൻഷനുകൾ വരും. അതുകൊണ്ട് തിങ്കളാഴ്ച ക്ഷൗരകർമ്മങ്ങൾ ചെയ്യരുത്. അതുപോലെ തിങ്കളാഴ്ച മാംസാഹാരം കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. ശിവൻ പ്രിയപ്പെട്ട ദിവസത്തിൽ സാത്വിക ഭക്ഷണം കഴിക്കണം. സാധിക്കുമെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ പഴങ്ങളും പാലും പോലുള്ളവ കഴിക്കണം. മാംസാഹാരം കഴിക്കുന്നത് നമ്മുടെ തമോ ഗുണം വർദ്ധിപ്പിക്കുകയും ദൈവചിന്ത കുറയ്ക്കുകയും ചെയ്യും. മാത്രമല്ല, തിങ്കളാഴ്ച ആരോടും വഴക്കുണ്ടാക്കരുത്. കോപം നിയന്ത്രിക്കണം. മുതിർന്നവരെയും സ്ത്രീകളെയും ബഹുമാനിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, തിങ്കളാഴ്ച കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുന്നത് നല്ലതാണ്. വെളുത്ത നിറത്തിലുള്ളതോ ഇളം നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ചന്ദ്രന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. മനസ്സ് ശാന്തമായിരിക്കും. അതുപോലെ തിങ്കളാഴ്ച ആർക്കും പണം കടം കൊടുക്കരുത്, വാങ്ങരുത് എന്നും ചില മുതിർന്നവർ പറയാറുണ്ട്. അതിനാൽ ഈ ചെറിയ മുൻകരുതലുകൾ പാലിച്ച് നാളെ വൈകുന്നേരം ശിവന്റെ മുന്നിൽ നമ്മൾ പറഞ്ഞതുപോലെ ശർക്കര, ജീരകം, മഞ്ഞൾ എന്നിവ ചേർത്ത് ദീപം തെളിയിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഇല്ലാതാകുന്നത് ഉറപ്പാണ്. പരമേശ്വരന്റെ കൃപയാൽ നിങ്ങളുടെ വീട് ധനധാന്യങ്ങളാൽ സമ്പന്നമാകും. വേണ്ടെന്ന് വെച്ച പണം വന്നുകൊണ്ടേയിരിക്കും. വിശ്വാസത്തോടെ ചെയ്യുക, നല്ല ഫലങ്ങൾ നേടുക.
തിങ്കളാഴ്ച ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി നിങ്ങൾ സന്തോഷിക്കും. അതുകൂടാതെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. സാമ്പത്തികമായി നിങ്ങൾ ഉയർച്ച നേടും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. ആഗ്രഹങ്ങൾ സഫലമാകാത്തവർ, പണമില്ലാതെ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർ ഈ ഉപായം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ഭാഗ്യശാലികളായി മാറും. അപ്പോൾ തിങ്കളാഴ്ച എന്ത് ചെയ്യണം, എന്ത് പരിഹാരം ചെയ്യണം എന്ന് ഇപ്പോൾ വീഡിയോയിൽ നോക്കാം. എന്നാൽ അതിനു മുമ്പായി ഒരു ചെറിയ കഥ കേൾക്കാം. രാമാപുരത്ത് താമസിക്കുന്ന പർവ്വതങ്ങൾക്ക് 2 മക്കളുണ്ടായിരുന്നു. മൂത്തയാൾ വളരെ ബുദ്ധിമാനായിരുന്നു. ഇളയവൻ നിഷ്കളങ്കനായിരുന്നു. പർവ്വതങ്ങൾ തന്റെ ജീവിതത്തിൽ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുമെന്നായപ്പോൾ അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായി. മൂത്തവൻ ഇളയവനെ വഞ്ചിക്കുമോ എന്ന് പർവ്വതങ്ങൾ 2 പേരും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. അതേ വിഷമത്തിൽ അദ്ദേഹം കിടക്കയിൽ പിടിച്ചു. ഒടുവിൽ മരിക്കാറായപ്പോൾ അവൻ 2 കുട്ടികളെയും വിളിച്ച് അവർക്ക് തന്റെ സ്വത്തുക്കളായ മാവിന്റെയും പശുവിന്റെയും ഒരു പുതപ്പിന്റെയും കാര്യം കാണിച്ച് ഇവ നിങ്ങൾ 2 പേരും അനുഭവിക്കണം എന്ന് ആംഗ്യം കാണിച്ച് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചു. അടുത്ത ദിവസം മൂത്തവൻ അനുജനെ വിളിച്ച്, അനുജാ, അച്ഛൻ നമുക്ക് ഒരേ മരവും ഒരേ പശുവും ഒരേ പുതപ്പും തന്നില്ലേ, അവയെ നമ്മൾ എങ്ങനെ പങ്കിടും എന്ന് ചോദിച്ചു. അതിന് ഇളയവൻ, അവ വിറ്റ് പകുതി വീതം എടുക്കാമായിരുന്നു, പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യരുത്. സ്വർഗത്തിലുള്ള അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ ഇവയെ ഒരുമിച്ച് അനുഭവിക്കണം എന്ന് പറഞ്ഞു. അതുതന്നെയാണ് ഞാനും പറയുന്നത്. ഇവയെ നമ്മൾ മുറിക്കരുത്, അതുകൊണ്ട് അവയെ ഒരുമിച്ച് ഉപയോഗിക്കാം. മരത്തിന്റെ ചുവട് നിനക്ക്, മുകൾ ഭാഗം എനിക്ക്. അതുപോലെ ഈ പുതപ്പ് പകൽ മുഴുവൻ നീ ഉപയോഗിക്കുക, രാത്രി മുഴുവൻ ഞാൻ ഉപയോഗിക്കും. ഇനി പശുവിന്റെ മുൻഭാഗം നിനക്ക്, പിൻഭാഗം എനിക്ക് എന്ന് ചേട്ടൻ ബുദ്ധിപൂർവം പറഞ്ഞു. അനുജൻ അതിലെ കപടത മനസ്സിലായില്ല. നീ എങ്ങനെയാണോ പറയുന്നത് അങ്ങനെ ചെയ്യാം. നിന്റെ വാക്ക് ഞാൻ നിഷേധിക്കുമോ ചേട്ടാ എന്ന് അവൻ പറഞ്ഞു. അന്നുമുതൽ എല്ലാ ദിവസവും അനുജൻ മരത്തിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു. പശുവിന്റെ വായിലേക്ക് തീറ്റയും വെള്ളവും കൊടുത്തു. പുതപ്പ് എല്ലാ ദിവസവും കഴുകി ഉണക്കി മടക്കി വെച്ചു. മരക്കൊമ്പുകളിൽ കായ്ച്ച കായ്കളും പഴങ്ങളും ചേട്ടൻ എടുത്തു. പശുവിന്റെ പാൽ അവൻ കറന്നെടുത്തു. ചാണകം മുഴുവൻ അവൻ തന്നെ എടുത്തു. അനുജൻ കഴുകി വെച്ച പുതപ്പ് ചേട്ടൻ രാത്രിയിൽ നന്നായി പുതച്ചു. ഇങ്ങനെ കുറച്ചുകാലം കടന്നുപോയി. ചേട്ടനും അനുജനും 2 പേർക്കും വിവാഹം കഴിഞ്ഞു. അനുജന്റെ ഭാര്യ ലക്ഷ്മി ബുദ്ധിമതിയായിരുന്നു. ഭർത്താവിന്റെ നിഷ്കളങ്കത മുതലെടുത്ത് അവന്റെ ചേട്ടൻ എങ്ങനെയാണ് വഞ്ചിക്കുന്നതെന്ന് അവൾ ശ്രദ്ധിച്ചു. ഒരു ദിവസം രാവിലെ മരത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ഭർത്താവിനോട് ലക്ഷ്മി പറഞ്ഞു, ഇതാ, അയ്യോ, കോടാലി കൊണ്ടുവരൂ. ഒരു തവണ അവൻ കോടാലി കൊണ്ടുവന്നപ്പോൾ, ഇതാ, ഈ മരത്തിന്റെ ചുവട് നിന്റേതല്ലേ? നിങ്ങളുടെ. അത് അങ്ങനെയല്ലല്ലോ, അത് എന്റേതാണ്. അനിയൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ പിന്നെന്താ, ഇത് വെട്ടി അടുപ്പിൽ വിറകില്ല എന്ന് ലക്ഷ്മി അടുത്തു നിന്ന് കേട്ടുകൊണ്ടിരുന്ന മുതിർന്നയാളെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അനിയൻ മരത്തിന് ഒരു വെട്ട് വെച്ചോ ഇല്ലയോ? അപ്പോഴേക്കും ചേട്ടൻ വന്ന് തടഞ്ഞു. തുടങ്ങിയാൽ മരം മുഴുവൻ നശിച്ചു പോകും. വെട്ടരുത്. ഇനി മുതൽ നമ്മൾ 2 പേരും മരത്തിന് വെള്ളം ഒഴിക്കാം. കായ്ക്കുന്ന കായ്കളും തുല്യമായി പങ്കിടാം എന്ന് പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം ചേട്ടൻ പശുവിൻ പാൽ കറന്നെടുക്കുമ്പോൾ ഭർത്താവിനെ വിളിച്ച് അവിടേക്ക് എത്തിച്ചേർന്നു ലക്ഷ്മി. പശുവിനെ വണങ്ങി അതിന്റെ മുഖം കഴുകി പൊട്ടുതൊട്ട്, ഇതാ, ഈ പശുവിന്റെ മുൻഭാഗം നിന്റേതല്ലേ എന്ന് ഭർത്താവിനോട് പറഞ്ഞു. അതെ എന്ന് അനിയൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു വടി കൊണ്ടുവന്ന് കുറച്ചുനേരം ഇതിന്റെ മൂക്കിൽ അടിക്കൂ എന്ന് ലക്ഷ്മി പറഞ്ഞു. അനിയൻ അവളെ വിചിത്രമായി നോക്കി. പക്ഷേ ചേട്ടൻ മുന്നോട്ട് വന്ന്, ഇതാ, അങ്ങനെ ചെയ്യരുത്. പശു ചവിട്ടിയാൽ പാലെല്ലാം നിലത്ത് പോകും. ഇനി മുതൽ പശുവിനെ നമ്മൾ 2 പേരും മേയ്ക്കാം. പാലും പകുതി വീതം എടുക്കാം എന്ന് പറഞ്ഞു. അന്ന്
വൈകുന്നേരം ആയപ്പോൾ കമ്പിളി വെള്ളത്തിൽ കുതിർത്തു ലക്ഷ്മി. രാത്രിയിൽ അത് പുതയ്ക്കാൻ വന്ന ചേട്ടൻ അത് ശ്രദ്ധിച്ച് തെറ്റിപ്പോയി. നമ്മൾ രണ്ടുപേരും ഒരു ദിവസം ഇടവിട്ട് ഇത് അലക്കാം. രണ്ടുപേരും ഒരു ദിവസം ഇടവിട്ട് ഉപയോഗിക്കാം. ക്ഷമിക്കണം എന്ന് അയാൾ പറഞ്ഞു. ലക്ഷ്മി ബുദ്ധിമതിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ പൂർണ്ണമായും മാറി. എല്ലാ കാര്യങ്ങളിലും അനുജൻ തുല്യ അവസരങ്ങൾ നൽകി. അതിനുശേഷം രണ്ട് കുടുംബങ്ങളും കലഹങ്ങളില്ലാതെ സൗഹൃദത്തിൽ ജീവിച്ചു. ഇനി വീഡിയോയിലേക്ക് വന്നാൽ, ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ശരിയായ സമയത്ത് സഫലമാകും. പലരും പലതരം പൂജകൾ ചെയ്യിച്ചും കഷ്ടപ്പാടുകൾ തീരാതെ പണം നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്നു. അങ്ങനെയുള്ളവർ ഈ ഒരു പരിഹാരം തിങ്കളാഴ്ച ദിവസം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഓരോ പ്രശ്നവും ഓരോ ദുരിതങ്ങളും അവസാനിക്കും. അപ്പോൾ ആ പരിഹാരം അല്ലെങ്കിൽ ഉപായം എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ, തിങ്കളാഴ്ച ദിവസം തലസ്നാനം ചെയ്ത് വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് വെള്ള എരുക്ക് ചെടിയുടെ അടുത്ത് പോയി ഇപ്പോൾ പറയാൻ പോകുന്ന രീതിയിൽ 3 തവണ വെള്ളം ആ ചെടിക്ക് ഒഴിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം ദുരിതങ്ങളിൽ നിന്ന് പുറത്തുവരും. അങ്ങനെ തിങ്കളാഴ്ച ദിവസം വെള്ള വസ്ത്രം ധരിച്ച് വെള്ള എരുക്ക് ചെടിയുടെ അടുത്തേക്ക് വന്ന് ആദ്യമായി ചൂടുവെള്ളം ഒരു ഗ്ലാസ് എടുത്ത് ചെടിയുടെ ചുവട് വൃത്തിയാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ചൂടുവെള്ളം ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുക. ഇങ്ങനെ ഒഴിച്ചതിനു ശേഷം ആ മരത്തിന് ചുറ്റും 3 പ്രദക്ഷിണങ്ങൾ ചെയ്യണം. പിന്നീട് രണ്ടാമതായി ഒരു ചെറിയ പാക്കറ്റ് അല്ലെങ്കിൽ വലിയ പാക്കറ്റ് പാൽ എടുത്ത് ആ മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ച് 3 പ്രദക്ഷിണങ്ങൾ ചെയ്യണം. ഇനി മൂന്നാമതായി മഞ്ഞൾ വെള്ളം ആ മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് 3 പ്രദക്ഷിണങ്ങൾ ചെയ്യണം. ഇങ്ങനെ ചെയ്തതിനു ശേഷം ഒരു എരുക്കിന്റെ ഇല എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് വൈകുന്നേരം നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ആ എരുക്കിന്റെ ഇല നിങ്ങളുടെ തലയുടെ ഭാഗത്ത് വലതുവശത്ത് വെച്ച് ഉറങ്ങണം. പിറ്റേന്ന് രാവിലെ ദരിദ്രരായ 5 അതിലധികമോ ആളുകൾക്ക് അന്നദാനം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. എന്നാൽ വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ ഈ പരിഹാരം കൃത്യമായ ഫലങ്ങൾ നൽകൂ. അതിനാൽ നിങ്ങളും വിശ്വസിച്ച് തിങ്കളാഴ്ച വെള്ള എരുക്ക് ചെടിയുടെ അടുത്ത് പോയി പറഞ്ഞതുപോലെ ചെയ്ത് നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കുക.